നമസ്കാരം. എല്ലാവരെയും ചെറിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തകർന്നുപോയ ഒരു നാടിനെ ചേർത്ത് നിർത്തുന്നതിനായി തങ്ങളാൽ കഴിയുന്നതെല്ലാം ഓരോ പ്രദേശത്തുള്ളവരും ചെയ്യുകയാണ്. വയനാടിനുള്ള കൈത്താങ്ങിനായി മൂവാറ്റുപുഴയിലെ CITU പ്രവർത്തകരും മൂവാറ്റുപുഴ ടൗണിലെ തെരുവോര കച്ചവടക്കാരും മൂവാറ്റുപുഴയിലെ തട്ടുകടക്കാരും ഒത്തുചേർന്ന് മെഗാ തട്ടുകട സംഘടിപ്പിച്ചു. രാവിലെ ആരംഭിച്ച് രാത്രി 12 വരെ നീളുന്ന മെഗാ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാനാണ് അവർ കൂട്ടമായി തീരുമാനിച്ചിട്ടുള്ളത്. നൂതനമായ ഈ ആശയം വളരെ ശ്രദ്ധേയമായി മാറി. പ്രിയമുള്ളവരെ, വയനാട് ജില്ലയിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട ആളുകളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് സ്വരൂപിച്ചു കൊടുക്കുവാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഫണ്ട് സ്വരൂപണത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന CITUവും അതുപോലെ തന്നെ മൂവാറ്റുപുഴയിലെ വഴിയോര കച്ചവട തൊഴിലാളികളും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള വഴിയോര കച്ചവട കൗണ്ടർ മൂവാറ്റുപുഴയിൽ ആരംഭിച്ചിരിക്കുകയാണ്. വയനാട് ജനതയെ സഹായിക്കാൻ ഈ പ്രദേശങ്ങളിൽ പണിയെടുക്കുന്ന മുഴുവൻ തൊഴിലാളികളും വ്യാപാരികളും വ്യവസായികളും സുഹൃത്തുക്കളും എല്ലാവരും വയനാട് ജില്ലയ്ക്കൊരു കൈത്താങ്ങായി മാറുവാൻ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. CPM പ്രവർത്തകരും DYFI പ്രവർത്തകരും സർവ്വ പിന്തുണയും നൽകി ഒപ്പം നിന്നു. നിരാലംബരായവരെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി ഒരു ജനതയുടെ ഈ പരിശ്രമം വളരെ ശ്രദ്ധേയമായി മാറി. 30-ലധികം വിഭവങ്ങളാണ് ഇവിടെ ജനങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് 2 മണി മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ മെഗാ തട്ടുകട രാത്രി 12 മണി വരെ നീണ്ടുപോകുന്നത് ഇവിടെ കിട്ടുന്ന ഓരോ തുട്ടുകാശും വയനാട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മൂവാറ്റുപുഴ CITU ഏരിയ കമ്മിറ്റിയും വഴിയോര വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് മെഗാ തട്ടുകടയിലെത്തി ഭക്ഷണം കഴിച്ച് അവർക്ക് ചെയ്യാൻ കഴിയുന്ന സഹായം നൽകി മടങ്ങിപ്പോയത്. ഈ സംരംഭത്തിന് നേതൃത്വം നൽകിയ എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തികച്ചും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത്. സാധാരണ മൂവാറ്റുപുഴയിൽ കച്ചവടം ചെയ്യുന്ന മുഴുവൻ തട്ടുകടക്കാരും ഒരുമിച്ചാണ് CITUവിൻ്റെ ഈ സംരംഭത്തിന് സഹായമേയി വന്നു നിൽക്കുന്നത്. എല്ലാത്തരം വിഭവങ്ങളും ഇവിടെയുണ്ട്. സാധാരണ തട്ടുകടയിൽ ലഭിക്കുന്ന ഏതാണ്ട് 38-40 ഇനം വിഭവങ്ങൾ ഈ തട്ടുകടയിൽ വിതരണം ചെയ്യുന്നുണ്ട്. ഒന്നിൻ്റെയും വില നിർണ്ണയിച്ചിട്ടില്ല. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, തങ്ങൾക്ക് കഴിയാവുന്ന സംഖ്യ അത് വയനാട്ടിലെ തീരെ നിവൃത്തികെട്ട മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ സഹായിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരാളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങാനല്ല, മറിച്ച് ഇവിടെ വച്ചിരിക്കുന്ന ബക്കറ്റിനുള്ളിൽ അവർക്കിഷ്ടമുള്ള സംഖ്യ നിക്ഷേപിച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തി നടത്താൻ ഉദ്ദേശിക്കുന്നത്. വൈകുന്നേരം രാത്രി ഏതാണ്ട് 12 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.